ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗൗതമിൻ്റെയും അളകനന്ദൻ്റെയും പിങ്കിയുടെയും വരും ദിവസത്തെ ഒരു സൂപ്പർ പ്രൊമോഷനത്തിലേക്ക് സ്വാഗതം. അതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ പുതിയ വിശേഷങ്ങളൊക്കെയാണ് ഞങ്ങൾ എല്ലാ ദിവസവും നിങ്ങളുടെ മുൻപിലുണ്ടായിരിക്കും. അപ്പോൾ ഇന്ന് നാളത്തെ ഫുൾ പ്രൊമോശേഷമല്ല ഞാൻ പറയുന്നത്, അല്പം ജോലി തിരക്കുകൊണ്ട് മാത്രം ഞാൻ ഇന്നത്തെ പ്രൊമോശേഷം ഒഴിവാക്കിക്കൊണ്ട് നാളെ രാവിലെ തന്നെ നിങ്ങളുടെ റിയൽ വിശേഷവുമായി ഗൗതമിൻ്റെ നന്ദയുടെ റിയൽ വിശേഷമായി വരുന്നതായിരിക്കും. അപ്പം വരും ദിവസം നടക്കുവാനുള്ള നമ്മുടെ പ്രേക്ഷകരായി നമുക്ക് ഒരുപാട് ആഗ്രഹിച്ച് കാത്തിരുന്ന ചില നിമിഷങ്ങളെക്കുറിച്ച് പറയുവാനാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. എന്തായാലും നാളത്തെ പ്രധാന വിഷയം എന്ന് പറയുന്ന രത്നാകരൻ ഇന്ദീവരം തറവാട്ടിൽ എത്തുന്നതാണ്. അത് ഞാൻ മുന്നറിയിപ്പ് പറയട്ടെ. നാളത്തെ വിശേഷം പറഞ്ഞില്ല എന്ന് വേണ്ട. രത്നാകരൻ ഇന്ദീവരം തറവാട്ടിൽ അല്പം ഇന്ദീവരം തറവാടെന്ന് പറയുമ്പോൾ രത്നാകരനും അതുപോലെ ആ നാട്ടുകാർക്കൊക്കെ അല്പം ഒരു വലിയൊരു പ്രൗഢിയിൽ നിൽക്കുന്ന ഒരു കുടുംബമായതുകൊണ്ട്, രാജകീയ കുടുംബമായി കാണുന്നത് കൊണ്ട് തന്നെ അങ്ങോട്ട് ഒരാൾ ചെല്ലുമ്പോൾ സാധാ രീതിയിൽ ചെല്ലാൻ പാടില്ലാത്തത് കൊണ്ട് തന്നെ രത്നാകരനും ആ ഒരു നിലപാടോടുകൂടി അല്പം ആളുകളിച്ച് അല്ലെങ്കിൽ ഇച്ചിരി താൻ വലിയ മനുഷ്യനാണ് എന്ന് ഇന്ദീവരം തറവാട്ടിൽ കയറി ചെല്ലുവാൻ കഴിവുള്ള അല്ലെങ്കിൽ അവകാശവും അല്ലെങ്കിൽ അതിനുള്ള യോഗ്യതയുമുള്ളൊരു മനുഷ്യനാണ് എന്നുള്ള രീതിയിൽ നാളെ ഇന്ദീവരം തറവാട്ടിൽ രത്നാകരൻ എത്തുന്നു. രത്നാകരൻ എത്തിക്കഴിയുമ്പോൾ നമ്മുടെ പവിത്രയും അതുപോലെ ഇന്ദീവരം തറവാടെല്ലാം കാത്തിരുന്നത് വലിയൊരു പ്രശ്നത്തെയാണ്. എന്നാൽ ആ പ്രശ്നമൊന്നും നടക്കുന്നില്ല. രത്നാകരൻ ഇന്ദീവരം തറവാട്ടിൽ കാലുകുത്തുന്നതോടുകൂടി എല്ലാം ഒരു മൈനസായി പോകുന്ന ചില രംഗങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിൽ കാണാം. എന്നാൽ അത് കഴിഞ്ഞിട്ടുള്ള വിശേഷമൊക്കെയാണ് നമുക്ക് നന്ദയുടെയും ഗൗതമിൻ്റെയും വിശേഷമാണ് കൂടുതലായിട്ട് പറയാനുള്ളത്. എന്തായാലും പിങ്കിയുടെ തന്ത്രത്തിൽ ഗൗതം വീണു പോവുകയും അങ്ങനെ ഈ പിങ്കി പറഞ്ഞത് പ്രകാരം രാമേശ്വരത്തേക്ക് ഗൗതം പിങ്കിയും ആദ്യമായി കണ്ടുമുട്ടിയ ആ രാമേശ്വരത്തേക്കൊരു യാത്ര തിരിക്കണം എന്ന് പിങ്കി ഒരു കരാർ വയ്ക്കുകയും അത് ഗൗതം അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്യാം. എന്നാൽ പിങ്കി ധരിച്ചത് രാമേശ്വരത്തേക്ക് ഗൗതമും പിങ്കിയും പോകുമ്പോൾ നന്ദയുടെ സകല നിയന്ത്രണവും വിട്ട് നന്ദ തകർന്നു പോകുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ നന്ദ തകരുന്നില്ല. നന്ദയ്ക്ക് അത് സന്തോഷത്തോടു കൂടി അത് സ്വീകരിക്കുകയും തൻ്റെ കുഞ്ഞിന് വേണ്ടി പിങ്കിയോട് പറയാണ്, എനിക്ക് സന്തോഷമേ ഉള്ളൂ പിങ്കി, കാരണം നീയും ഗൗതം സാറും എവിടെ വേണമെങ്കിലും ഈ ലോകത്തിൻ്റെ ഏത് സ്ഥലത്ത് വേണമെങ്കിലും പൊക്കോ, പക്ഷെങ്കിൽ എൻ്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ അതെല്ലാം സമ്മതിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ യാത്രയിൽ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല, യാതൊരു സങ്കടവുമില്ല, നിങ്ങൾ പോയി എൻജോയ് ചെയ്ത് മടങ്ങി വരാൻ പറഞ്ഞപ്പോൾ പിങ്കി ആകെ തകർന്നു പോകുന്ന ചില രംഗങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ. പിങ്കി പ്രതീക്ഷിച്ച എന്താ, നന്ദ ഈ വാർത്ത കേൾക്കുന്ന പൊട്ടിത്തെറിച്ച് മാനസികമായിട്ടും ശാരീരികമായി തകർന്നു പോകുമെന്നൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷേ നന്ദ ബുദ്ധിശാലിയുമായ ഒരു പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ അതിനെല്ലാം അതിജീവിക്കുന്ന ഒരു രംഗമാണ്. എന്നാൽ വരും ദിവസത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് പിങ്കിയുടെ സകല തന്ത്രങ്ങളും പൊളിച്ചടുക്കിക്കൊണ്ട് നന്ദ ഒരു മാസ് പ്രകടനം നടത്തുന്നതൊക്കെയാണ് നമുക്ക് കാണാൻ പോകുന്നത്. അങ്ങനെ ഒരു വലിയൊരു അതിഥി എത്തുകയാണ്. അതാണ് ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് പ്രൊമോഷൻസും റിയൽ വിശേഷത്തിലൊക്കെ പറഞ്ഞു, അതിഥി എത്തുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പലരും കമൻറ്റ് ചെയ്യാറുണ്ട്. അതിഥി എത്തും. ആ അതിഥി നമ്മളൊക്കെ ആഗ്രഹിച്ചതിൽ അപ്പുറമുള്ള ഒരു അതിഥിയായിരിക്കും. കാരണം നമ്മളൊരു പ്രാവശ്യം കണ്ട് ഒരുപാട് മനസ്സിന് സന്തോഷം തന്ന ഒരു വ്യക്തിയായിരിക്കും അർജുൻ്റെ, അതായത് പറയാം പിങ്കിയുടെ ഭർത്താവായ അർജുൻ്റെ രൂപസാദൃശ്യത്തോടു കൂടി ഒരു അതിഥി ഇന്ദീവരത്തേക്ക് എത്തുന്നു. ഇത് കണ്ട് ഗൗതമും പിങ്കിയും രാമേശ്വരത്തേക്ക് യാത്ര തിരിക്കുവാൻ വേണ്ടി പിങ്കിയുടെ മനസ്സിങ്ങനെ കുളിർക്കൊള്ളുകയാണ് ഗൗതമുമായിട്ടുള്ള യാത്ര. ഈ സമയത്താണ് ഒരു അതിഥി ഇന്ദീവരം തറവാട്ടിൻ്റെ പടിവാതിക്കൽ വന്ന് ബൈക്കിലിറങ്ങുന്നത്. ആ ബൈക്കിലിറങ്ങുന്ന ആളാരാണ്? പിങ്കിയുടെയും ഇന്ദീവരത്തിൻ്റെയും ഗൗതമിൻ്റെയൊക്കെ നോട്ടത്തിൽ ഇത് അർജുൻ പുനർജീവിച്ചിരിക്കുന്നു എന്നൊരു തോന്നലുണ്ടാകുകയാണ്. അർജുൻ്റെ അതേ രൂപസാദൃശ്യത്തിൽ, അർജുൻ്റെ അതേ ഭാവത്തോടു കൂടി, അതേ സംസാരത്തോടു കൂടി ഒരാൾ ഇന്ദീവരം തറവാട്ടിൽ കാലുകുത്തുന്നു. അത് പിങ്കിയുടെ സകല നിയന്ത്രണവും തെറ്റിക്കുകയും പിങ്കിയുടെ സകല പ്രതീക്ഷയും തകർക്കുന്ന ഒരു നിമിഷമായി മാറുന്നതൊക്കെയാണ് ഈ ആഴ്ച തന്നെ നമുക്ക് ആ എപ്പിസോഡ് കാണാൻ കഴിയും. അങ്ങനെ പിങ്കിയുടെ ഗൗതമുമായിട്ടുള്ള ആ രാമേശ്വര യാത്ര അതോടുകൂടി അതിഥിയെ കാണുന്നതോടുകൂടി തകർന്നു പോകുന്ന ചില നിമിഷങ്ങളൊക്കെയാണ്. അപ്പം അങ്ങനെ ഇതിൻ്റെ ചുക്കാൻ പിടിച്ചത് അല്ലെങ്കിൽ ഈ അതിഥിയെ എത്തിക്കുന്നത് വേറെ ആരുമല്ല, നമ്മുടെ നന്ദ തന്നെയായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പം വരും ദിവസത്തെ എപ്പിസോഡുകൾ നിങ്ങൾ കാണാതിരിക്കലും ഒരു കാരണവശാലും മറക്കാതെ കാണുക. ഈ അതിഥി താരം വരുന്നു എന്ന് ഞാൻ കുറച്ച് ദിവസമായി പറയുന്നു. അത് ഈ ആഴ്ച തന്നെ എത്തും. അത് അർജുൻ
അർജുൻ്റെ രൂപസാദൃശ്യത്തോടു കൂടിയുള്ളൊരു വ്യക്തിയായിരിക്കും. അതാരാണ് എന്നുള്ളത് നിങ്ങൾക്ക് വരും ദിവസത്തിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം നിങ്ങൾ എൻ്റെ പ്രൊമോ വിശേഷവും റീൽ വിശേഷവും കാണാൻ മറക്കരുത്. വീണ്ടും നാളത്തെ വിശേഷമൊക്കെ ആയിട്ട് രാവിലെ തന്നെ വരുന്നതായിരിക്കും. ഇന്നത്തെ പ്രൊമോ വിശേഷമായിട്ട് ഞാൻ ഇടുന്നില്ല. അപ്പം നിങ്ങൾ ക്ഷമിക്കുക, ഞാൻ അല്പം തിരക്കിലായിരുന്നു. അതുകൊണ്ട് നാളത്തെ റിയൽ വിശേഷവുമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.